ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് പരുത്തി കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലം കാണുവാനാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. അത് കാണുവാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നെൽപ്പാടങ്ങളാണ്. ഇവിടെ എല്ലായിടത്തും മിക്ക സ്ഥലത്തും നെൽപ്പാടങ്ങളാണ് കൃഷി ചെയ്യുന്നത്. വെള്ളം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം സുലഭമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം എപ്പോഴും ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലായിരിക്കും. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരുത്തി കൃഷി കാണാൻ സാധിക്കും. തൊട്ട് മുമ്പ് തന്നെ ഒരു കനാൽ കണ്ടു. ആ കനാലിൽ വെള്ളം മഴയില്ല, പക്ഷേ ഈ വെള്ളം വരുന്നത് ചെറിയ ഡാമുകളിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളമാണ്. ഇത് പല പല സ്ഥലങ്ങളിൽ ഇത് ചെറിയൊരു ഡാമാണ്. രാവിലെ 9 മണി ഒരു 10 മണിയൊക്കെ ആയതേ ഉള്ളൂ, പക്ഷേ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ചില പട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് എത്തി. ഇതാണ് നമ്മൾ കാണുന്ന കോട്ടൺ എന്ന് വിളിക്കുന്ന പരുത്തി കൃഷി ഏകദേശം വിളവെടുക്കുന്ന സമയമായിട്ടുണ്ട്. ഇത് വിളവെടുക്കുന്ന സമയം എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൻ്റെ കായ ഉണങ്ങി അതിനകത്തുനിന്ന് പഞ്ഞി പോലെ പുറത്തേക്ക് വരും. ഇത് കാണാനൊക്കെ വളരെ മനോഹരമാണ്. ബ്ലാക്ക് സോയിലാണ് ഈ പരുത്തി കൃഷി നടത്തുന്നത്. എന്തായാലും വളരെ നല്ല കാഴ്ചയാണ്. ബ്ലാക്ക് സോയിലാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. പഞ്ഞി പോലെ പ്രത്യേക രീതിയിൽ മണ്ണൊക്കെ തയ്യാറെടുത്താണ് ഈ കൃഷി തുടങ്ങുന്നത്. ഇപ്പോൾ ഇത് പഞ്ഞിയുടെ ഇതാണ് ശരിക്കും കോട്ടൺ. ഇതിനകത്ത് പിടിക്കുമ്പോൾ 2-3 കായകൾ, കറുത്ത കായകൾ, ശരിക്കും നമ്മൾ പഞ്ഞിക്കുരുവൊക്കെ പിടിക്കില്ലേ, അതുപോലെ കറുത്ത കായകൾ ഇതിനകത്തുണ്ട്. കായകളൊക്കെ കവർ ചെയ്യുന്ന ഒരു ആവരണമായിട്ടാണ് ഈ പഞ്ഞി വളരുന്നത്. എന്തായാലും നല്ല സോഫ്റ്റാണ്, നല്ല വെള്ളയായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 300-500 ഗ്രാമൊക്കെ പരുത്തി കിട്ടുവാനുള്ള ഉണ്ട്. എപ്പോഴും ഇടതൂർന്നാണ് ഇങ്ങനെ. ഇതാണ് പരുത്തിയുടെ കുരു. ഈ കുരു ഉണങ്ങി പൊട്ടിക്കഴിയുമ്പോഴാണ് ചെറിയ ചെറിയ പൂക്കളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. വൈറ്റും അതുപോലെ തന്നെ റെഡ് കളറൊക്കെ ആയിട്ടുള്ള പൂക്കളാണ് പരുത്തിയിലുണ്ടാകുന്നത്. നിറഞ്ഞു നിൽക്കുകയാണ് പൂക്കളെല്ലാം, അതുപോലെ തന്നെ കായ്കളും. ഇപ്പോൾ ഏകദേശം വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കുറച്ചുകൂടെ അടുത്ത ആഴ്ചയിൽ എന്താണെങ്കിലും ഇത് വിളവെടുക്കാം. വിളവ് ഇവിടെ എടുക്കുന്നത് ആളുകൾ തന്നെ കൈകൊണ്ട് പറിക്കുന്നതാണ്. വലിയ വലിയ പാടങ്ങളിലൊക്കെ മെഷീൻ ഉപയോഗിച്ചാണ് ഇത് വിളവെടുക്കുന്നത്. എന്തായാലും ഇതിന് വളരെ ഫേമസ് ആണ്. എല്ലാ ആളുകളും നെല്ല് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ക്യാഷ് ക്രോപ്സായ പരുത്തി കൃഷിയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം പൂത്തു നിൽക്കുന്നത്. ശരിക്കും ഈ പരുത്തി കൃഷി അതുപോലെ വലിയ ഉയരത്തിലൊന്നും അല്ല ഈ ചെടി വളരുന്നത്. ഏകദേശം ഒരു വെണ്ട കൃഷി ചെയ്യുന്ന പോലെ അത്രയും ഉയരത്തിലേക്കാണ് ഇത് വളരുന്നത്. വെണ്ടയുടെ പോലെ ഇലകളൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കറുത്ത മണ്ണിലാണ് ഇത് കൂടുതലായിട്ടും വളരുന്നത്. പിന്നെ വെള്ളക്കുറവുള്ള സ്ഥലങ്ങളിലാണ് ഇവർ ഈ കൃഷി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഈ മറ്റ് സ്ഥലങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റുള്ള പാടത്തെല്ലാം കോട്ടൺ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇടതൂർന്നാണ് ഈ കോട്ടൺ വളരുന്നത്. ഇതൊക്കെ അടുത്ത ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അങ്ങ് കണ്ണത്താ ദൂരത്തോളം പരുത്തിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വളരെ ഇതിൻ്റെ ആൾക്കാരെല്ലാം മെഷീനെല്ലാം ഉപയോഗിക്കുന്നത് ഈ പാടങ്ങളിലെല്ലാം. ഇത് ആളുകളെല്ലാം പ്രത്യേക ബാഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയാണ് ഇത് സൈഡിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങ് കണ്ണത്താ ദൂരത്തോളം ഇത് പരുത്തി കൃഷിയാണ്. ഇവിടുന്ന് കളക്ട് ചെയ്ത് ഓരോരോ ബാഗുകളിലാക്കി ഈ ബാഗുകളിൽ നിന്ന് നേരെ ഇവിടെ ചെറിയ മില്ല്, ഇത് സ്വീകരിക്കുന്ന കേന്ദ്രമുണ്ട്, അവിടെ കൊടുക്കണം. അതിന് ശേഷം അവിടെ നിന്ന് വലിയ ലോറികളിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ലോറികളിൽ കൊണ്ടുപോയി ഇത് ചെറിയ നൂലുകളാക്കുന്നു. ഫാക്ടറി കൊണ്ടു ചെന്നിട്ട് അവിടെ നൂലുകളാക്കി, നൂലുകളിൽ നിന്നാണ്
വേർതിരിച്ചാണ് നൂലുകൾ പ്രത്യേക രീതിയിൽ ഫാക്ടറിയിൽ സംസ്കരിച്ചാണ് ഇത് മറ്റ് ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ആക്കി ക്ലോത്തുകളാക്കി മാറ്റുന്നത്. പിന്നെ അതിനനുസരിച്ച് ഓരോരോ കമ്പനികളും ഇത് വാങ്ങി ഷർട്ടാണെങ്കിൽ ഷർട്ട്, അങ്ങനെ പല രീതികളിൽ നൂലുപയോഗിച്ച് മെഷീൻ്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കുന്നു. ഈ പരുത്തി കൃഷി ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു കൃഷിയാണ്. പരുത്തി കൃഷി ലോകത്തിൽ ആദ്യമായി തന്നെ കൃഷി ചെയ്തത് ഏകദേശം 5000 വർഷം BC 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. ലോകത്തിലെ നമ്മൾ ഇപ്പോൾ ആർട്ടിഫാക്റ്റിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് മെക്സിക്കോയിൽ നിന്നാണ്. മെക്സിക്കോയിൽ പരുത്തി കൃഷിയുടെ ഏറ്റവും പുരാതനമായ അവശിഷ്ടമാണ് കിട്ടിയിരിക്കുന്നത് മെക്സിക്കോയിൽ നിന്ന്. ഗ്രീക്ക് തത്വചിന്തകനായ ഹെറോഡോട്ടസ് തൻ്റെ പുസ്തകത്തിൽ ഇന്ത്യക്കാർ ഒരു ചെടിയുടെ പഞ്ഞി ഉപയോഗിച്ച് വസ്ത്രം ഉണ്ടാക്കുന്നതും അതൊക്കെ വളരെ കൃത്യമായിട്ട് പുള്ളിയുടെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഈ തോട്ടത്തിൻ്റെ എൻഡിൽ ചെന്നു. അവിടെ വേറെ മറ്റെന്തോ കൃഷിക്ക് വേണ്ടി അവർ നിലം ഉഴുകയായിരുന്നു, എന്തൊക്കെയോ വർക്കുകൾ നടത്തുകയായിരുന്നു. ഈ സൈഡിലേക്ക് റെഡ് സോയിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടം വരെ ബ്ലാക്ക് സോയിലുണ്ട്. ഇതാണ് അടുത്ത ഒരു പരുത്തിച്ചെടി. ശരിക്കും ഇത് നമ്മൾ പഞ്ഞിമരമൊക്കെ ഇല്ലേ, പഞ്ഞിമരം അതുപോലെ തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ചും കുറച്ചുകൂടെ വൈറ്റ് കളറാണ് ഇതിൻ്റെ പഞ്ഞിക്ക്. വളരെ സോഫ്റ്റാണ്, അധികം ഉയരമൊന്നുമില്ല. ഏകദേശം ഒരു മനുഷ്യൻ്റെ അത്രയും, ഒരു 6 അടിയൊക്കെ ചിലപ്പോൾ ചില ചെടികൾ വളർന്നു നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ എല്ലാം മൊത്തം പഞ്ഞി കൃഷിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. മൂന്നാമത്തെ സ്ഥാനം ഇന്ത്യക്കും അമേരിക്കയ്ക്കുമാണ്. നമുക്ക് അതുകൊണ്ട് എവിടെ തെലങ്കാനയിലാണെങ്കിലും ശരി, ആന്ധ്രയിലാണെങ്കിലും ശരി, തമിഴ്നാട്ടിലാണെങ്കിലും ശരി, എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് കേരളത്തിൽ മാത്രം പരുത്തി കൃഷി കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് പരുത്തി കൃഷി കാണുവാൻ സാധിക്കും. ഏകദേശം 22 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഈ പരുത്തി കൃഷിക്ക് അനുയോജ്യം. ഏകദേശം 3-4-5-6 മാസം ഈ പരുത്തി വിത്ത് പാകിയതിന് ശേഷം 5 മാസത്തോളം ഏകദേശം വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റുള്ളൂ, പഞ്ഞിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് യാത്ര തിരിച്ചു. ഇവിടെയൊക്കെ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകളിലൂടെ വാട്ടർ എല്ലാ കൃഷി സ്ഥലങ്ങളിലേക്കും കനാൽ വഴിയും അതുപോലെ തന്നെ എത്തിക്കുന്നുണ്ട്. അതുപോലെ കുടിവെള്ള സ്രോതസ്സിനാണെങ്കിലും ഒക്കെ വേണ്ടി പ്രത്യേകം മിഷൻ ഭഗീരഥ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിലൂടെയൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ എൻ്റെ വീഡിയോയിനകത്ത് ഞാൻ കാണിച്ച ഒരു ഭാഗമാണ്. ഇത് ഗോദാവരി റിവറാണ്. ഗോദാവരി റിവറിൻ്റെ മുകളിലൂടെ ഉള്ള പാലത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഗോദാവരി ഈ ഡാം തുറന്നു വിട്ടതാണെന്ന് തോന്നുന്നു. ഡാമോ അല്ലെങ്കിൽ മുകളിലുള്ള ബണ്ടൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം അത്യാവശ്യം ഒഴുകി വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ വല തെർമോക്കോൾ പോലുള്ള ബോട്ടുകളിലൂടെ തെർമോക്കോൾ കൊണ്ടുള്ളാക്കിയ ചെറിയ തോണി ഉപയോഗിച്ചാണ് അവർ ഇതിനകത്തൂടെ മീൻ പിടിക്കുന്ന. വലിയ മീനുകളൊക്കെയാണ്, മെയിനായിട്ട് മീൻ കട്ട്ള അതുപോലെ വലിയ മീനുകളാണ് ഇതിനകത്ത് ഉള്ളത്. ചില ആളുകൾ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. വലിയ മീൻ ഇവിടുന്ന് കിട്ടും. കുറച്ച് ആളുകളൊക്കെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതാണ് ഗോദാവരി റിവർ. അതൊക്കെ കണ്ട് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആടിൻ കൂട്ടം കാണുവാൻ സാധിച്ചു. ചെമ്മരിയാടാണ്
ഇപ്പോൾ ചെമ്മരിയാട് അതിനെ മേയ്ക്കുന്ന ആളുകളാണ് ഇതിനെ കൊണ്ട് നടക്കുന്നത്. ഇവർ തന്നെയാണ് ഈ ചെമ്മരിയാടിൻ്റെ ഉടമസ്ഥർ. ഒരു കൂട്ടത്തിൽ ഏകദേശം 100 മുതൽ ഒക്കെ കാണുവാൻ സാധിക്കും. ഇതാണ് മിഷൻ ഭഗീരഥ. ഇത് എല്ലാ വീടുകളിലേക്കും ഗവൺമെൻറ് കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ യാത്ര തിരിച്ചു. വീഡിയോ കണ്ട എല്ലാവർക്കും ഇതും കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് വേറൊരു ഡാമുണ്ട്. ആ ഡാമുകൾ കാണുവാൻ വേണ്ടി നമുക്ക് പ്ലാനുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു കാട്ടരുവി കൊണ്ട് കാട്ടരുവിയിൽ നീണ്ടു നിവർന്ന മണൽപ്പരപ്പ് കണ്ടപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഒത്തിരി കൊക്കുകളൊക്കെ പറക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഡാമിൻ്റെ മുകളിലെത്തി. ഇതൊരു കടം ഡാമാണ്. കടം ഡാം മെയിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കൃഷിക്ക് വേണ്ട ജലത്തിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കൃഷിക്ക് വേണ്ടി മെയിനായിട്ടും ഈ ഡാമിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഷട്ടറൊക്കെ ചിലപ്പോൾ ലോക്കാകുകയും അങ്ങനെ ഒരുപാട് പ്രാവശ്യം എല്ലാ ഷട്ടറൊക്കെ തുറന്നു വിടേണ്ട മഴക്കാലത്ത് അവസ്ഥയുണ്ടായി. അങ്ങനെ താഴെ പ്രദേശങ്ങളിലുള്ള റോഡുകളൊക്കെ ഒലിച്ച് പോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതും വളരെ ഇവിടെയൊക്കെ ആൾക്കാരെപ്പോഴും വന്നുകൊണ്ടിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഈവനിങ് ആണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും. ഇവിടെ നല്ല തണുപ്പാണ്. ഈ ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ തണുപ്പ് സൈഡിലേക്ക് അടിക്കും. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയാണ്. ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങി. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 27 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസിൽ പോകണം. നമ്മൾ പോകുന്നതൊക്കെ കാടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ടിംഗ് രാവിലെ മോർണിംഗ് ഈവനിങ് ഒക്കെ ബോട്ടിംഗ് ഉണ്ട്. ആൾ വരുന്നതനുസരിച്ച് ഈ ഡാമിനകത്തൂടെ നമുക്ക് ബോട്ടിംഗ് സവാരി നടത്താൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങ് കണ്ണെത്താ ദൂരത്തോളം വെള്ളം കെട്ടിക്കിടക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ രാത്രിയിലൊക്കെ ഈ ലൈറ്റുകൾ തെളിയുമ്പോൾ വളരെ നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടുന്ന് ഈ ഡാമിലെ വെള്ളം ഒക്കെ പമ്പ് ചെയ്ത് ദൂര സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്ത് എല്ലാ വീടുകളിലൂടെയൊക്കെ കൊടുക്കുന്നുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇതിൽ നിന്ന് 2 സൈഡിൽ നിന്ന് കനാലുണ്ട്. ഈ ഡാമിൽ നിന്ന് ആ കനാലിൽ നിന്ന് മെയിൻ ഷട്ടർ കൂടാതെ കനാൽ വെള്ളം വഹിച്ചുകൊണ്ട് കൃഷിസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വളരെ ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാ കാഴ്ചകളും കണ്ട് ഇവിടുന്ന് മടങ്ങുകയാണ്. നമുക്കിനി പോകേണ്ടത് ഒരു ഫോറസ്റ്റിലൂടെയാണ്. ഫോറസ്റ്റ് ഏകദേശം ഒരു 27 കിലോമീറ്ററോളം നമുക്ക് ഡിസ്റ്റൻസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ യാത്ര തിരിച്ച് പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ നമ്മൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഏതോ ഒരു വണ്ടി കയറിയ ആ കാട്ടിലെ ഉള്ള പാമ്പാണ്. അത് പിടയ്ക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ വേറെ വന്യമൃഗ ജീവികളൊക്കെ ഉണ്ട്. കരടിയുണ്ട്. അതുപോലെ തന്നെ ടൈഗറൊക്കെ ഉണ്ട്. രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് ആരും പോകരുത്. കൂട്ടുകൂടിയൊക്കെ ഗ്രൂപ്പായിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് നമ്മൾ കണ്ടപ്പോൾ നിർത്തിയെന്നേ ഉള്ളൂ. വഴിയിൽ സൈഡിൽ കിടക്കുന്ന ഏതോ വാഹനം കയറിയതാണ്. ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ യാത്ര തിരിച്ചു. അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. എല്ലാ വീഡിയോ കണ്ടോ എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.